താപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപിഭ്യോന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ഭഗവാന്റെ ഭഗവത് ലീലയിൽ സുപ്രധാനമായ ഒരു പങ്ക് അല്ലെങ്കിൽ ഭക്തിയുടെ മറ്റൊരു വശം എന്ന് വേണമെങ്കിൽ പറയാം. 3 നടിമാരാണ് ആ കാലത്ത് ബംഗാളിൽ ഏറെ പ്രശസ്തി ആർജിച്ച 3 നടിമാർ. അതൊന്ന് വിനോദിനി ദാസി, അതേപോലെ താരസുന്ദരി ദാസി, തിങ്കരി ദാസി. അങ്ങനെ 3 പേരാണ്. വിനോദിനി, താരസുന്ദരി, പിന്നെ തിങ്കരി. ഇങ്ങനെ 3 നടിമാരാണ്. അവർ ആ കാലഘട്ടങ്ങളിൽ, ആ സന്ദർഭങ്ങളിൽ, ഭഗവാനുമായിട്ടുള്ള ആ സന്ദർഭങ്ങളിൽ ബംഗാളിലെ ഏറ്റവും പ്രശസ്തരായ, ഇന്നത്തെ നിലയ്ക്ക് പറയുമ്പോൾ ഉപയോഗിക്കാവുന്ന ഒരു വാക്ക് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ ഉപയോഗിക്കാവുന്ന തരത്തിൽ വിലപിടിപ്പുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അവരുടെ പേര് കണ്ടാൽ നാടകത്തിന് കൂടുതൽ ആളുകൾ എത്തുന്ന ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തരായ 3 പേര്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളൊരു വ്യത്യാസം, ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഈ 3 പേരിൽ ഒരു പ്രത്യേകതയുള്ളത്, വിനോദിനി മാത്രമാണ് ഭഗവാനെ നേരിട്ട് കണ്ടിട്ടുള്ളൂ. ബാക്കി 2 പേരും, താരസുന്ദരിയും തിങ്കരിയും, ഭഗവാനുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല. അവരാ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവരാണെങ്കിൽ പോലും അവർക്ക് ഭഗവാനെ നേരിട്ട് കാണാനും ബന്ധപ്പെടാനുള്ളൊരു സാഹചര്യം എന്തുകൊണ്ടും ഉണ്ടായില്ല. പക്ഷെ അവർ 2 പേരും, അതായത് താരസുന്ദരിയും തിങ്കരിയും, അവർ മാതൃദേവിയുടെ വലിയ ഭക്തരായിരുന്നു. മാതൃദേവിയുടെ അടുത്ത് നിരന്തരം, അന്ന് ഉദ്ബോധനിൽ മാതൃദേവി താമസിക്കുന്ന സമയത്ത് നിരന്തരം താരസുന്ദരിയും തിങ്കരിയും മാതൃദേവിയെ ചെന്ന് കാണുന്ന ഒരു പതിവുണ്ട്. താരസുന്ദരിയെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മാൻ സ്വാമികളുടെ വലിയ ശിഷ്യയാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ബ്രഹ്മാൻ സ്വാമികളുമായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ അടുപ്പം. ആ ഭാഗമായി അതുകൊണ്ട് അവർ താരസുന്ദരി ദാസി ബലൂർ മഠത്തിൽ പോവുക അവിടെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അതേസമയം വിനോദിനി സംബന്ധിച്ച് അവർ ഭഗവാനായിട്ട് വളരെ അടുപ്പം ഉള്ള ഒരു നടിയായിരുന്നു. ഇതാണ് അവരുടെ ഒരു ഈ 3 പേരുടെ ഒരു ഭഗവത് ലീലയിൽ ഈ 3 പേരുടെ സ്ഥാനം ഇങ്ങനെയാണ്. ഇതിൽ വിനോദിനിയാണ് ഏറ്റവും മൂത്തയാൾ. 1863 മുതൽ 1941 വരെയാണ് വിനോദിനിയുടെ ജീവിതകാലം. 1863 ജനനം. അപ്പോൾ അവരാണ് ഏറ്റവും മൂത്ത ആൾ. രണ്ടാമത്തെ ആൾ തിങ്കരിയാണ്. തിങ്കരി 1870 ജനിക്കുന്നത്, 1870. മൂന്നാമത്തെ ആൾ താരസുന്ദരി, അതിലും താഴെയാണ്. 1879 താരസുന്ദരി ജനിക്കുന്നത്. അപ്പോൾ ഇതിൽ വിനോദിനിയും താരസുന്ദരിയും ഏതാണ്ട് 70 വയസ്സിന് മുകളിൽ വരെ, വിനോദിനി 78 വയസ്സ് വരെ ജീവിച്ചിരുന്നു, താരസുന്ദരി ഏതാണ്ട് 70 വയസ്സ് വരെയും, തിങ്കരി മാത്രം 47 വയസ്സ് വരെയാണ് ജീവിച്ചിരുന്നത്. ഇതാണ് ഇവരുടെ ഒരു, അവരുടെ ഒരു പ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞതാണ്. താരസുന്ദരിയേക്കാൾ ഏതാണ്ട് 16 വയസ്സിന് മൂത്തതാണ് വിനോദിനിയാണ് ഈ 2 പേരെയും പിന്നീട് നാടകത്തിലേക്ക് കൊണ്ടുവരുന്നത്. വിനോദിനിയുടെ ശ്രമം കൊണ്ടാണ്, അല്ലെങ്കിൽ വിനോദിനിയോടുള്ള ഇവരുടെ ആഭിമുഖ്യം കൊണ്ടാണ് ഈ 2 താരസുന്ദരിയും തിങ്കരിയും നാടകരംഗത്തേക്ക് പ്രവേശിക്കുന്നത് തന്നെ വിനോദിനിയുടെ ആ ഒരു പെർഫോമൻസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത്, ഈ കാലഘട്ടങ്ങളിൽ 1875-80 കാലഘട്ടങ്ങളിൽ സ്ത്രീകൾ ഒരിക്കലും നാടകരംഗത്തേക്ക് അങ്ങനെ
കടന്നു വരുന്ന ഒരു കാലഘട്ടം കൂടി അല്ല എന്ന് ഓർക്കണം. നമ്മുടെ ഇവിടെ തന്നെ കേരളത്തിലെ കണക്കെടുത്താൽ തന്നെ 1947 എത്തിയപ്പോഴാണ് ആദ്യമായിട്ട് സ്ത്രീകൾ അരങ്ങത്തേക്ക് വരാൻ ധൈര്യം ഉണ്ടായത്. 1940 നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ ആ ഘട്ടത്തിലെത്തിയപ്പോൾ. ഇവിടെ 1875 ആ സമയത്ത് തന്നെ വിനോദിനിയെ സംബന്ധിച്ചിടത്തോളം അവർ രംഗത്ത് വന്നു കഴിഞ്ഞു, പ്രശസ്തയായി കഴിഞ്ഞു ആ വരവോടുകൂടി. അപ്പോൾ അങ്ങനെയുള്ളൊരു, എന്നാൽ ബംഗാളിലെ മൊത്തത്തിലെ കണക്കെടുത്താൽ ഒരിക്കലും സ്ത്രീകൾ ഇതേപോലെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് സ്ത്രീകളാരും നാടകരംഗത്തേക്ക് വരുന്ന പതിവുമില്ല. അങ്ങനെ വരാനുള്ള ധൈര്യമൊന്നും സ്ത്രീകൾക്ക് അന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇവർ സാധാരണക്കാരായ കുടുംബത്തിലെ സ്ത്രീകളല്ലായിരുന്നു എന്നുള്ളതാണൊരു വ്യത്യാസം. അതായത് ഇവരുടെ വിനോദിനിയുടെ അമ്മ താമസിച്ചിരുന്നത് കൽക്കട്ടയിലെ 145 കോൺവാലിസ് സ്ട്രീറ്റിലാണ്. ഇന്നതറിയപ്പെടുന്നത് ബിധാൻ സരണി എന്നാണ്. അത് ഒരു ചുവന്ന തെരുവ് എന്നാണ് അക്കാലത്ത് പറഞ്ഞിരുന്നത്. വിനോദിനി ദാസിയുടെ അമ്മയും അമ്മൂമ്മയും അവർ രണ്ടുപേരും അവിടെയാണ് താമസിച്ചത്. ഇവരുടെ അമ്മൂമ്മയ്ക്ക് ഒരു വീട് ഉണ്ടായിരുന്നു സ്വന്തമായിട്ട്. അതുപോലും ചെറിയ തുകയ്ക്ക് വാടകയ്ക്ക് കൊടുത്താണ് അവർ ജീവിതം കണ്ടെത്തിയിരുന്നത്. ഈ 3 പേരുടെയും പശ്ചാത്തലം ഈ തരത്തിലുള്ള ഒരു ചുവന്ന തെരുവിൽ നിന്ന് വന്ന ഒരു പശ്ചാത്തലമാണ് എന്നാണ്. ഇവർക്ക് ഇവരുടെ അച്ഛനെയൊന്നും അറിയില്ല. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്ന നടിമാർ എന്നുള്ള നിലയിൽ ഇവരുടെ സമൂഹം എങ്ങനെ ഇവരെ വീക്ഷിക്കുന്നു എന്നുള്ളതാണ് അന്നത്തെ ഒരു പ്രശ്നം. അപ്പം ആ ഒരു പശ്ചാത്തലം ഉള്ളത് കൊണ്ടാണ് അവർ നാടകത്തിൽ വരുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ പോയത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിതത്തിൽ തിരഞ്ഞെടുത്തത്. കാരണം അമ്മമാരുടെ ഒരു ജീവിത ശൈലിയിൽ നിന്ന് അവർക്ക് ഒരു മോചനം എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ നടിമാർ, അല്ലെങ്കിൽ ഈ 3 സ്ത്രീകൾ, ഈ പെൺകുട്ടികൾ, സ്ത്രീകൾ എന്ന് പറയാറായില്ല, വളരെ കുഞ്ഞായി 7-8 വയസ്സുള്ളപ്പോൾ തന്നെ ഇവരൊക്കെ നാടക രംഗത്തേക്ക് വന്നു കഴിഞ്ഞു. 7-8 വയസ്സിൽ വന്നവരാണ് ഇവരൊക്കെ. അപ്പോൾ ആ ചെറിയ കുട്ടികളായി കൊച്ചു പെൺകുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ ഇവർ നാടകത്തിലേക്ക് എത്തിപ്പോയി. അത് അവരുടെ പശ്ചാത്തലം അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിലെ അങ്ങനെയുള്ള അവർ എങ്ങനെയാണ് ഭഗവാന്റെ ആ കൃപ കൊണ്ട്, ഭഗവാന്റെ മാത്രമല്ല ഭഗവാന്റെയും മാതൃദേവിയുടെയും ആ വലിയ കൃപ കൊണ്ട് സമൂഹത്തിൽ ഇപ്പോൾ നമ്മൾ അവരുടെ പേരുകൾ ഓർമ്മിക്കാനും അവരെ സ്മരിക്കാനുമുള്ള സാഹചര്യത്തിലേക്ക് അവരുടെ ജന്മം കൊണ്ട് അവർക്ക് സാധ്യമായി എന്ന് ഓർക്കണം. പ്രത്യേകിച്ച് ബ്രഹ്മാൻ സ്വാമികളെപ്പോലുള്ള വലിയ ഈശ്വരീയ പുരുഷന്മാർ ഇവരെ എത്ര സ്നേഹത്തോടെയും പരിലാളനയോടെയും മകളെപ്പോലെയാണ് അവരെ കരുതിയിരുന്നത്. ബ്രഹ്മാൻ സ്വാമിയൊക്കെ അവിടെ വരാമോ എന്ന് ചോദിക്കുന്നുണ്ട് ഇവർ ബ്രഹ്മാൻ സ്വാമിയോട്. അവിടെ എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല എന്ന്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് വരാഞ്ഞത് ഇവിടേക്ക് എന്ന് ബ്രഹ്മാൻ സ്വാമി ഇവരോട് ചോദിച്ചപ്പോഴാണ് ബ്രഹ്മാൻ സ്വാമിയോട് ഇവർ ചോദിച്ചത്, ഞങ്ങൾക്കൊക്കെ ഇവിടെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ബ്രഹ്മാൻ സ്വാമിക്ക് എന്തുകൊണ്ട് പറ്റില്ല, ഭഗവാന്റെ അടുത്തേക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ട് വരാൻ പറ്റില്ല? നിങ്ങൾക്ക് ഭഗവാന്റെ അടുത്തേക്ക്, ഭഗവാന് ആരാണ് എന്നുള്ളതിന് വ്യത്യാസമൊന്നുമില്ല. ഭഗവാൻ എല്ലാവരും ഒരുപോലെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഭഗവാന്റെ അടുത്ത് വരാനുള്ള അവകാശമുണ്ട് എന്ന്, അല്ലെങ്കിൽ ഈ ബെലൂർ മഠത്തിലേക്ക് വരാനുള്ള അവകാശമുണ്ട് എന്ന് ബ്രഹ്മാൻ സ്വാമികളാണ്. ബ്രഹ്മാൻ സ്വാമികൾ എന്നിട്ട് അപ്പോൾ ഇവർ വന്ന സമയത്ത് ഇതിൽ താരസുന്ദരിയും വിനോദിനിയും വന്ന സന്ദർഭത്തിലാണ് ബെലൂർ മഠത്തിൽ വന്നപ്പോൾ ഉച്ചക്കലത്തെ ഭക്ഷണം കഴിഞ്ഞിട്ട്, ഊണ് കഴിഞ്ഞിട്ട് ബ്രഹ്മാൻ സ്വാമികൾ വിശ്രമിക്കുന്നൊരു സമയത്താണ് ഇവർ പെട്ടെന്ന് വന്നത്. ബ്രഹ്മാൻ സ്വാമികൾ ഉടൻ തന്നെ പോയി പഴങ്ങളും ഫ്രൂട്ട്സും ഒക്കെ കൊണ്ടുവന്ന് പ്രസാദമായിട്ട് ഇവർക്ക് കൊടുക്കുകയാണ്. നോക്കുക, അപ്പോൾ ഇവരെ എത്രമാത്രമാണ് ബ്രഹ്മാൻ സ്വാമികൾ പരിഗണിക്കുന്ന, അല്ലെങ്കിൽ ആ സ്നേഹിക്കുന്നതിൻ്റെ വലിയൊരു ചിത്രമാണ് ആ കാണുന്നത്. ഇവരെ പ്രത്യേകിച്ച് ഇവരവിടെ വന്നപ്പോൾ സ്വീകരിച്ച് ഇവർക്ക് വേണ്ട എല്ലാ പരിഗണനകളും കൊടുത്ത് പ്രസാദം വരെ കൊടുത്ത് സന്തോഷമായിട്ട് വീണ്ടും വീണ്ടും വരണം, എപ്പോഴും വരണം
എന്ന് അനുഗ്രഹിച്ചിട്ടാണ് വിടുന്നത്. ഇവർ ബംഗാളിനെ സംബന്ധിച്ച് ഇവർ അതിപ്രശസ്തരായ നടിമാരാണ്. അത് വേറൊരു വശം. ഇവരെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രശസ്തരായ ആ കാലത്തെ ഏറ്റവും പ്രശസ്തരായ നടിമാരാണ്. അതേസമയം ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ, ജീവിത പശ്ചാത്തലം നോക്കുമ്പോൾ, സമൂഹത്തിലെ ഉന്നതന്മാരായ അല്ലെങ്കിൽ ആ സമൂഹത്തിന് ഇന്നത്തെ ആ കാലഘട്ടവും കൂടെ നമ്മൾ ആലോചിക്കണം. 1870-80 കാലഘട്ടം എന്നും കൂടെ ആലോചിക്കുക. അല്ലെങ്കിൽ ഒരു ഏതാണ്ട് 1890 കാലഘട്ടം വരെ എത്തുന്നുണ്ട് ഇത്. കാര്യം ഭഗവാന്റെ ദേഹത്യാഗത്തിന് ശേഷമാണ് ഇതിൽ 2 പേർ, താരസുന്ദരിയും തിങ്കരിയും ശ്രീരാമകൃഷ്ണ ഭക്തരായി മാറുന്നത്. അതിന് ശേഷമാണ്, ഭഗവാന്റെ ദേഹത്യാഗത്തിന് ശേഷമാണ്. ഭഗവാനോടൊപ്പം ഉണ്ടായിരുന്നത് വിനോദിനി മാത്രമാണ്, ഭഗവാനുള്ളപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൽ പറയുന്നത്, അല്ലെങ്കിൽ ഈ ഭഗവാന്റെ ഈ ഭഗവത് ലീലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബങ്കിം ചന്ദ്ര ചാറ്റർജിയെപ്പോലുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ കവിശ്രേഷ്ഠർ ഭഗവാന്റെ അടുത്ത് വരുന്നുണ്ട്. അവരെ ഭഗവാൻ സ്വീകരിക്കുന്നുണ്ട്. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെ പോലുള്ള വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ഭഗവാന്റെ അടുത്ത് വരുന്നുണ്ട്. ഗിരീഷ് ചന്ദ്ര ഘോഷിനെ പോലുള്ള വലിയ നാടകാചാര്യന്മാർ, സുരേന്ദ്രനാഥ മിത്രയെ പോലുള്ള വലിയ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ, അപ്പോൾ ഇങ്ങനെയുള്ള ബൽറാം ബസുവിനെ പോലുള്ള അതിധനികരായിട്ടുള്ള ആളുകൾ. അപ്പോൾ ആ ഒരു ശ്രേണിയിൽ നിന്ന് ഒട്ടും കുറഞ്ഞ അവസ്ഥയിലല്ല ഈ വിനോദിനിയും അവിടെ വരുന്നത്. വിനോദിനിക്കും നൽകുന്ന സ്ഥാനം ഭഗവാന്റെ മനസ്സിലും ഭഗവാന്റെ ആ കൃപയിലും ഉൾപ്പെടുന്നതിൽ വിനോദിനി ഇവർക്കെല്ലാം തുല്യം തന്നെയാണ്. അതാണ് അതിനകത്ത്. അതേപോലെ തന്നെയാണ് മാതൃദേവി താരസുന്ദരിയെയും തിങ്കരിയെയും മാതൃദേവി എത്ര സ്നേഹപരിലാളനകളോടുകൂടിയാണ് സ്വീകരിക്കുന്നത് ഈ 2 പേരെ. അപ്പം അത്രമാത്രമാണ് കാര്യം. അവർക്കൊന്നും സമൂഹത്തിൽ ഈ പേരും പ്രശസ്തി ഉണ്ടെങ്കിലും അവർക്ക് സമൂഹത്തിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് അവർക്ക് തന്നെ ഒരു ബോധ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അവഗണിക്കപ്പെടുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് അവർക്ക് ഉള്ളത് കൊണ്ടാണ് അവരൊക്കെ ആ തരത്തിൽ സംശയിക്കുന്നത്. പക്ഷേ ഭഗവാൻ ഇവരെയെല്ലാം സ്വീകരിക്കുന്നത് എത്ര സ്നേഹത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ അവരെ എത്ര പരിഗണിക്കുന്നുണ്ട്. ആ സ്നേഹം, ഭഗവാന്റെ മുഴുവൻ സ്നേഹവും ഇവർക്ക് വേണ്ടി നൽകുന്നു എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ ഒരു പുണ്യമായി നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ തീർച്ചയായിട്ടും ഇന്ന് ഈ ഭഗവാന്റെ കഥകളിൽ ഇവർക്ക് സുപ്രധാന സ്ഥാനമുണ്ടാകുന്നത്. ആ ഗൃഹസ്ഥാശ്രമ ഭക്തന്മാരുടെ ശ്രേണിയിൽ ഇവർക്ക് 3 പേർക്കും തുല്യ സ്ഥാനം, എല്ലാവർക്കും ഒപ്പമുള്ളൊരു സ്ഥാനം കിട്ടാനും ഇന്ന് നമ്മളെല്ലാം അവരെ ഓർക്കാനും കഴിയുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അപ്പോൾ ഈ ഗിരീഷ് ചന്ദ്ര ഘോഷാണ് യഥാർത്ഥത്തിൽ ഇവരെ ഭഗവാന്റെ അടുത്ത് എത്തിക്കുന്നത്, അല്ലെങ്കിൽ ഭഗവാനിലേക്ക് ഇവർക്ക് ഭഗവാനിലെത്താനുള്ള ഒരടിസ്ഥാന കാരണം ഗിരീഷ് ചന്ദ്ര ഘോഷാണ്. ഇപ്പോൾ ഭഗവാൻ ഈ ചൈതന്യലീല നാടകം കാണാനായിട്ട് 1883 ഭഗവാൻ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ സ്റ്റാർ തിയേറ്ററിൽ ചൈതന്യലീല നാടകം കാണാൻ പോകുന്നത്. നമ്മൾ ഭജനാമൃതത്തിലും ലീലാമൃതത്തിലുമൊക്കെ അത് പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചൈതന്യലീല കാണാൻ ചെല്ലുമ്പോൾ ചൈതന്യ പ്രഭുവായിട്ട് ഗൗരാംഗൻ ചൈതന്യ പ്രഭുവായിട്ട് മഹാവിഷ്ണുവിൻ്റെ അവതാര ആ രൂപമായിട്ട് രംഗത്ത് വരുന്നത് വിനോദിനി ദാസിയാണ്. നോക്കൂ, ഇത് സമൂഹത്തിൽ ഗിരീഷ് ചന്ദ്ര ഘോഷ് വളരെ യുക്തിപൂർവമാണ് ഇവരെ അവതരിപ്പിക്കുന്നത്. അത് കാരണം ഈശ്വരീയ ചൈതന്യത്തിൻ്റെ ഒരു വലിയ സൗന്ദര്യ രൂപമാണ് വിനോദിനി, അതിൽ സംശയമില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ ബംഗാളിലെ ഗിരീഷ് ചന്ദ്ര ഘോഷ് തന്നെ അത് ഒരിടത്ത് പ്രകടിപ്പിക്കുന്നുണ്ട് ആ ഒരു കാര്യം. ഈ എന്തുകൊണ്ട് വിനോദിനി ചൈതന്യ പ്രഭുവിൻ്റെ റോളിൽ അഭിനയിച്ചു എന്നുള്ളത്. കാരണം ഗിരീഷ് ചന്ദ്ര ഘോഷ് പറഞ്ഞത്, ഈ ബംഗാളിലെ സമുന്നതരായ സമൂഹം മുഴുവനും ഈ സ്റ്റാർ തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് വന്ന് കാണാനിരുന്നിട്ട് ആസ്വദിക്കുന്നത്, ഈ നാടകം ആസ്വദിക്കുമ്പോൾ സമൂഹം അവഗണിക്കുന്ന അല്ലെങ്കിൽ അറപ്പോടെയും വെറുപ്പോടെയും കാണുന്ന ഒരു സമൂഹത്തിലെ അവിടുത്തെ ആ സ്ത്രീയെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു അംഗത്തെയാണ്, ആ ഒരു പ്രദേശത്തെ അംഗത്തെ എത്ര ഭയഭക്തിയോടുകൂടിയാണ്, എത്രമാത്രം
ഇഷ്ടത്തോടു കൂടിയാണ് ഒരു കൽക്കട്ടയിലെ സമൂഹം ഒരു സ്റ്റാർ തിയേറ്ററിൽ ഇരുന്നു കൊണ്ട് ഇവരുടെ ആ കലാപ്രകടനത്തെ അംഗീകരിക്കുന്നത് എന്ന് ഓർത്തു നോക്കാനായിട്ട് ഗിരീഷ് ചന്ദ്ര ഘോഷ് പറയുന്നുണ്ട്. അത് ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ഒരു പുരോഗമന ചിന്ത കൂടിയാണ്. അതാണ് ഭഗവാനോടൊപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഭഗവാനിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഒരു വലിയ ആ ഒരു നേട്ടമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തിക്കാനുള്ളൊരു മനസ്സിൻ്റെ ഭാഗമായിട്ടാണ് വിനോദിനി ദാസിയെപ്പോലുള്ള ഒരു നടിയെ, അല്ലെങ്കിൽ വിനോദിനി ദാസിയെ ഒരു നടിയായി മോഡിഫൈ ചെയ്തെടുക്കുന്നതും ഗിരീഷ് ചന്ദ്ര ഘോഷാണ് ഈ തരത്തിൽ. അപ്പോൾ അതുവരെ അവർ വളരെ അപ്രധാനമായ ചില റോളുകളിൽ മറ്റ് ചില കൊച്ചു കൊച്ചു നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അവർക്കൊരു പ്രധാന റോളിലേക്ക്, അല്ലെങ്കിൽ ബംഗാളിൻ്റെ ഒരു പ്രമുഖമായ അവസ്ഥയിലേക്ക് കടന്നു വരുന്നത് ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഈ ഇതിനകത്ത് മറ്റൊരു പ്രത്യേകിച്ചുള്ളൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ നാടകങ്ങളിൽ സെൻട്രൽ ക്യാരക്ടറിനെ കൊടുത്തുകൊണ്ട് ഇവരെ അവതരിപ്പിക്കുമ്പോൾ ഇവരുടേതായ ഇവർക്കല്ലെങ്കിൽ കാര്യം ഈ നാടകം കാണാൻ വന്നിരിക്കുന്ന പ്രമുഖരായ ധനികരൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രഗത്ഭരായ, അല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും ഉന്നത ഗണത്തിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞല്ലോ. ഇവരുടെ വീടുകളിൽ മിസ്ട്രസ്സായിട്ട് ജോലി ചെയ്യാനാണ് സ്ത്രീകൾ പലരെയും തിരഞ്ഞെടുക്കാറ്. കാരണം അത് ഈ കുറച്ചുകൂടെ ഉയർന്ന ഒരു തലം എന്നേ ഉള്ളൂ. കാര്യം മിസ്ട്രസ്സായിട്ട് ഇവരുടെ വീടുകളിൽ ഇവർ ജോലിക്ക് വെക്കും. അപ്പം ഇവരുടെ ജോലിക്കാരികളാണ് ഇവർ. പ്രത്യേകിച്ച് ഈ വിനോദിനി ദാസിയുടെയും താരസുന്ദരിയുടെയൊക്കെ അമ്മമാർ ഇതുപോലുള്ള ധനികരുടെ വീട്ടിലെ മിസ്ട്രസ്സായിട്ട് ജോലി ചെയ്യുക, അവിടുത്തെ സേവികമാരായിട്ട് അവരുടെ എല്ലാ ഇംഗിതങ്ങൾക്കും വഴങ്ങിക്കൊണ്ട് ജീവിക്കുന്ന ഒരു അന്നത്തെ കാലത്ത് ആലോചിച്ചാൽ മതി. അതാണ്. അപ്പം അങ്ങനെയുള്ള അവരുടെ വീടുകളിലെ ഒരു സേവികമാരായി ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ മക്കളെയാണ് ഇവരുടെ സമൂഹത്തിന് മുമ്പിൽ ഈശ്വരതുല്യമായ പ്രധാന റോള് കൊടുത്ത് ഇവരുടെ മുഴുവൻ ആരാധനാപാത്രമാക്കുന്ന തരത്തിൽ ഗിരീഷ് ചന്ദ്ര ഘോഷ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് വെറുതെ ഒരു നാടകാവതരണം മാത്രമല്ല എന്നും കൂടെ ഓർക്കണം. അത് സമൂഹത്തിന് നേരെ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ഏറ്റവും വലിയൊരു ഒരു പാഠം കൂടിയാണ്. അവർക്ക് സമൂഹത്തിന് നൽകുന്ന ഒരു പാഠമാണ്. അത് ഗിരീഷ് ചന്ദ്ര ഘോഷ് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ അതുകൂടാതെ മറ്റൊരു സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഈ ഗിരീഷ് ചന്ദ്ര ഘോഷ് വിനോദിനിയെ കണ്ടെത്തുന്നത് ഒരു പ്രത്യേക സന്ദർഭത്തിലാണ്. അതായത് 1877 അതായത് ആ സന്ദർഭമായപ്പോഴേക്കും ഭഗവാനെക്കുറിച്ചുള്ള ധാരണകൾ അല്ലെങ്കിൽ വാർത്തകളെല്ലാം കേശവചന്ദ്ര സേൻ പത്രങ്ങളിലൊക്കെ എഴുതി പ്രശസ്തമായ ഒരു സന്ദർഭത്തിൽ, അതാണ് ആ കാലഘട്ടം 1877. ഈ സമയത്ത് വിനോദിനി ദാസിക്ക് വെറും 14 വയസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഒരു നാടകത്തിൽ പ്രധാന റോളിൽ ഈ വിനോദിനി ദാസി ബംഗാൾ തിയേറ്റർ എന്ന നാടക കമ്പനിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. ബംഗാൾ തിയേറ്റർ എന്ന നാടക കമ്പനിയിലാണ് ആ സമയത്ത് വിനോദിനി 14-ാമത്തെ വയസ്സിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഒരു നാടകത്തിൽ, അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിൽ അടിസ്ഥാനപ്പെടുത്തിയ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഈ നാടകം കാണാനാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് ചെല്ലുന്നത്. അങ്ങനെയാണ് വിനോദിനി ദാസിയെ ഗിരീഷ് ചന്ദ്ര ഘോഷ് കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഈ നാടകം കണ്ടിട്ട് വിനോദിനി ദാസിയുടെ അഭിനയം ഇഷ്ടപ്പെട്ട ഗിരീഷ് ബംഗാൾ തിയേറ്ററിൻ്റെ അന്നത്തെ ഉടമ ശരത് ഘോഷാണ്. ആ ബംഗാൾ തിയേറ്ററിൻ്റെ ഉടമയായ ശരത് ഘോഷിനോട് ചോദിച്ചു, വിനോദിനിയെ ഞാൻ എൻ്റെ കൂടെ കൂട്ടിക്കോട്ടെ എന്ന്. അന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ നാടക കമ്പനിയുടെ പേര് നാഷണൽ തിയേറ്റർ എന്നാണ്. അപ്പോൾ നമ്മളിവിടെ വിവിധ നാടക കമ്പനികൾ, നമ്മളിവിടെയൊക്കെ ഉള്ള പോലെ വിവിധ നാടക കമ്പനികളാണ്. അപ്പോൾ ബംഗാൾ തിയേറ്ററിലാണ് വിനോദിനി ദാസി അഭിനയിക്കുന്നത്. നാഷണൽ തിയേറ്ററാണ് ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ പേരിലുള്ളത്. പേരിലല്ല, ഗിരീഷ് ചന്ദ്ര ഘോഷ് നാടകം എഴുതുന്നത് നാഷണൽ തിയേറ്ററിന് വേണ്ടിയിട്ടാണ്. ഗിരീഷ് ചന്ദ്ര ഘോഷ് ഒരിക്കലും ഒരു നാടക കമ്പനിയുടെ ഉടമയായിരുന്നില്ല, ഒരു കാലത്തും അദ്ദേഹം ഉടമയായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ അവതരിപ്പിക്കാൻ തക്ക അല്ലെങ്കിൽ അതിന് തയ്യാറുള്ള ധനികരായ ആളുകളെ കൊണ്ട് ഈ പ്രൊഡക്ഷൻ സെൻറ്ററുകൾ
സംഘടിപ്പിക്കലാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ്. ഒരിക്കലും നാടകത്തിൻ്റെ ഒരു നാടക കമ്പനിയുടെ ഉടമസ്ഥാവകാശത്തിലേക്ക് ഗിരീഷ് ചന്ദ്ര ഘോഷ് അവസാന കാലം വരെയും പോയിട്ടില്ല, ഒരിക്കലും പോയിട്ടില്ല. പക്ഷെ പകരം ഒരുപാട് ധനികരെ ഇതിനകത്ത് കൊണ്ടുവന്ന് അവരെ കൊണ്ടാണ് ഈ നാടക കമ്പനികൾ റൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ വന്ന ഒരു നാഷണൽ തിയേറ്ററിലായിരുന്നു അന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷ് നാടകം എഴുതിക്കൊണ്ടിരുന്നത്. അവിടേക്കാണ് വിനോദിനി ദാസിയെ അഭിനയിക്കാനായിട്ട് ഈ ബംഗാൾ തിയേറ്ററിൻ്റെ ഉടമയായ ശരത്ചന്ദ്ര ഘോഷിനോട് ചോദിച്ച് അങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ സമയത്ത് ബംഗാൾ തിയേറ്റർ വളരെ കഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. വേണ്ട രീതിയിൽ പണം കൊടുക്കാനൊന്നും അഭിനേതാക്കൾക്ക് പണം കൊടുക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ആവശ്യം ബംഗാൾ തിയേറ്റർ അംഗീകരിച്ചിട്ട് വിനോദിനി ദാസിക്ക് നാഷണൽ തിയേറ്ററിൽ പങ്കെടുക്കാനുള്ള ആ നാഷണൽ തിയേറ്ററിലേക്ക് പോകാനുള്ള അനുവാദം കൊടുത്തു. മാത്രമല്ല നാഷണൽ തിയേറ്റർ അതോടുകൂടി ഒരു വൻ തുകയാണ് വിനോദിനി ദാസിക്ക് ഓഫർ ചെയ്തത്, അവർക്ക് കൊടുത്തത്. അതോടെ നാടകരംഗത്തെ ഈ നാഷണൽ തിയേറ്ററിലേക്ക് വന്നതോടുകൂടിയാണ് വിനോദിനി ദാസി ഒരു മഹാറാണി എന്ന വിശേഷണത്തിനുടമയായി. അങ്ങനെ ബംഗാളിലെ ഏറ്റവും സമുന്നതനായ ഒരു നടിയായിട്ട് ഇവർ മാറുന്നത് അപ്പോഴാണ്. അങ്ങനെ ഈ നാഷണൽ തിയേറ്ററിൽ ഇവർ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ നാടക കമ്പനികൾക്കൊരു കുഴപ്പം, അത് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ 1880 ആയപ്പോഴേക്കും ഈ നാഷണൽ തിയേറ്റർ വേറൊരാൾ പ്രതാപ് ലാൽ എന്ന് പറഞ്ഞ ഒരാൾ ഈ നാഷണൽ തിയേറ്റർ വിലക്കെടുത്തു. അപ്പോൾ പുതിയൊരു ഉടമയുണ്ടായി എന്നർത്ഥം. പ്രതാപ് ലാൽ എന്ന് പറയുന്ന പുതിയൊരു ഉടമ. അപ്പോൾ ഈ പ്രതാപ് ലാൽ ഈ നാടക കമ്പനി നാഷണൽ തിയേറ്ററിനെ വിലക്കെടുത്തിട്ട് ഗിരീഷ് ചന്ദ്ര ഘോഷിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. കാര്യം ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ നാടകങ്ങൾ മാത്രം അവതരിപ്പിക്കാനുള്ള ഒരു നാടക കമ്പനിയായിട്ടാണിത് വരുന്നത്. അങ്ങനെ 14 നാടകങ്ങളാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് ഈ പുതിയ നാഷണൽ തിയേറ്ററിൻ്റെ പുതിയ ഉടമയ്ക്ക് വേണ്ടിയിട്ട് 14 നാടകങ്ങളാണ് അവതരിപ്പിച്ചത്. ഈ 14 നാടകങ്ങളിലെയും മുഖ്യ റോൾ അവതരിപ്പിച്ചത് വിനോദിനി ദാസിയാണ്. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ, അതിനകത്ത് അവരുടെ ഒരു വിജയം. കാരണം ആ നാടക കമ്പനിയുടെ വിജയത്തിൻ്റെ ഘടകം തന്നെ വിനോദിനിയായിരുന്നു. അപ്പോൾ ഈ അവസരത്തിൽ വളരെ സ്വാഭാവികമായി ഇവർ ആലോചിച്ച് നോക്കണം, 17, 18, 19, 20 വയസ്സിൻ്റെ 20 വയസ്സോളമായി ഇവർക്ക് ആ സന്ദർഭത്തിൽ. അപ്പോൾ ആ സന്ദർഭത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ആഗ്രഹം പ്രകടമാക്കുകയും അങ്ങനെ ഇവർ കുടുംബജീവിതം തുടങ്ങാനുള്ളൊരു താല്പര്യത്തിലേക്ക് വരികയും അങ്ങനെ ഒരു യുവാവുമായിട്ട് ഇവർ അടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ പെട്ടെന്നാണ് ഇവർക്കൊരു അസുഖം ബാധിച്ചത്. ഈ 17-ാമത്തെ വയസ്സിലാണ് ഇവർക്ക് പെട്ടെന്ന് ഈ നാടകത്തിൽ, ഈ 17-20 വയസ്സാവും അപ്പോഴേക്കും ഈ നാടകത്തിൽ പുതിയ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ 14 നാടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ഇവർക്കൊരു അസുഖം ബാധിച്ച് ഇവർക്ക് പൂർണ്ണമായും നാടകരംഗത്ത് നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു. നാടക അഭിനയത്തിൽ നിന്ന് അവരുടെ ശാരീരികമായി അവർക്ക് വലിയ ക്ഷീണമുണ്ടാവുകയും അസുഖം ബാധിക്കുകയൊക്കെ ചെയ്തിട്ട് അവർ നാഷണൽ തിയേറ്ററിൽ നിന്ന് കുറച്ച് കാലത്തേക്ക് മാറി നിൽക്കേണ്ടി വന്നു. അപ്പം ഈ മാറി നിന്ന സമയത്ത് ഇവരെ കൊണ്ടാണ് ഈ 14 നാടകങ്ങൾ അഭിനയിച്ച് ഇവരെ കൊണ്ടാണ് ഈ കമ്പനി കൂടുതൽ സമ്പന്നമായത്. പക്ഷേ ഇവർ കുറച്ച് കാലത്തേക്ക് അസുഖം മൂലം മാറി നിന്നപ്പോൾ ആ കമ്പനി ഉടമ ഇവർക്ക് നൽകാമെന്ന് പറഞ്ഞിരുന്ന പ്രതിഫലം പിന്നെ കൊടുക്കാതായി. ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവരെ ചൊടിപ്പിച്ചു എന്നാണ് പറയുന്നത്. അവർക്കത് വലിയ സങ്കടമായി. അവരോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ഒരു ദേഷ്യവും ഒക്കെ അവർക്കുണ്ടായി. ഈ സമയത്ത് ഗിരീഷ് ചന്ദ്ര ഘോഷ് ഇവരെ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്, സമാധാനമായിട്ട് ഈ കാര്യങ്ങളെ നേരിടണം, ഒരിക്കലും ഇങ്ങനെ വിട്ടുപോകുന്നൊരവസ്ഥ ഉണ്ടാകരുത് എന്ന് പറഞ്ഞു. അങ്ങനെ 1882 വരെ പിന്നെ കാര്യങ്ങൾ ആകുമ്പോഴാണ് ഇവർ മാറി നിന്ന് പിന്നീട് 1882 ആയപ്പോഴേക്കും ഈ മാസ്റ്റർ മഹാശയൻ ശ്രീരാമകൃഷ്ണദേവനെ കാണാൻ വരുന്നതൊക്കെ ഈ സന്ദർഭത്തിലാണ്. അപ്പോൾ മാസ്റ്റർ മഹാശയൻ ഈ ഗിരീഷ് ചന്ദ്ര ഘോഷിനെ പോലുള്ളവരെയൊക്കെ കണ്ടുമുട്ടുകയും ഈ രംഗം അതാണ് മാസ്റ്റർ മഹാശയൻ പിന്നീട് ഈ ഭഗവാന്റെ ഈ ഗിരീഷ് ചന്ദ്ര ഘോഷിനെ കുറിച്ചൊക്കെ എഴുതാനും അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകളിൽ അതിനെക്കുറിച്ച് ഇതൊക്കെ ചെയ്യാനുള്ളൊരു കാരണം ഉണ്ടാകുന്നത് മാസ്റ്റർ മഹാശയൻ ശ്രീരാമകൃഷ്ണദേവനെ 82 വന്ന് കണ്ടതിന് ശേഷം ഗിരീഷ് ചന്ദ്ര ഘോഷുമായിട്ട് അടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ അപ്പോൾ ഏതായാലും ഗിരീഷ് ചന്ദ്ര ഘോഷ് നാഷണൽ തിയേറ്ററിൽ
14 നാടകങ്ങൾ അവതരിപ്പിച്ചു. വിനോദിനി ദാസി സുഖമില്ലാതെ മാറിയതിൻ്റെ പേരിൽ അവരുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി. ചുരുക്കം പറഞ്ഞാൽ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ നാടകങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവായി. ഈ സന്ദർഭത്തിലാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് മറ്റൊരു ധനികനെ കണ്ടുമുട്ടി. അദ്ദേഹത്തിൻ്റെ പേര് ഗുരുമുഖ് റോയ് എന്നാണ്. ഗുരുമുഖ് റോയ് എന്ന് പറയുന്ന പുതിയൊരു ധനികനെ കണ്ടുമുട്ടി. ഈ നാടക കമ്പനി പണം മുടക്കാൻ തയ്യാറായി. ഈ നാഷണൽ തിയേറ്റർ, അതായത് നാഷണൽ തിയേറ്റർ എന്നല്ല, ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ നാടകങ്ങൾ അവതരിപ്പിക്കാൻ അയാൾ പണം മുടക്കാൻ തയ്യാറായി. മാത്രമല്ല പിന്നീട് വിനോദിനിയെ അവിടെ ഇതിൻ്റെ ഭാഗമാക്കാനും അയാൾ തയ്യാറായി. പക്ഷേ വേറൊരു പ്രശ്നം, ഗിരീഷ് ചന്ദ്ര ഘോഷിനോട് അയാൾ പറഞ്ഞത് ഞാൻ നാടകത്തിന് വേണ്ടിയുള്ള പണം മുഴുവൻ മുടക്കാം, പക്ഷേ വിനോദിനി ദാസി എൻ്റെ ഒപ്പം കഴിയണം, അവർ നാടകത്തിൽ അഭിനയിക്കാൻ പാടില്ല. ഇതാണ് അയാൾ വെച്ചൊരു കണ്ടീഷൻ. ഇതിനു വേണ്ടി വൻ തുകയാണ് അയാൾ നാടക കമ്പനിക്കും നിക്ഷേപിക്കാൻ തീരുമാനിച്ചു, വിനോദിനി ദാസിക്കും കൊടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ അതിൻ്റെ രസം പറഞ്ഞാൽ ഗുരുമുഖ് അന്നത്തെ കാലത്ത് ഒരു നാടക കമ്പനിക്ക് വേണ്ടി മുടക്കേണ്ട തുക എന്ന് പറയുന്നത് 10,000 രൂപയാണ്. 10,000 രൂപ മതി ഒരു നാടക കമ്പനിക്ക് വേണ്ടി മുടക്കാൻ. പക്ഷേ ഗുരുമുഖ് വിനോദിനിക്ക് മാത്രം നൽകാൻ തയ്യാറായത് 50,000 രൂപയാണ്. നമുക്ക് 5 ഇരട്ടി, അതായത് 5 നാടക സംഘങ്ങൾ ഉണ്ടാക്കാവുന്ന തുകയാണ് വിനോദിനി ദാസിക്ക് വേണ്ടി ഓഫർ ചെയ്തത്. പക്ഷേ വിനോദിനി ദാസി അത് നിരസിച്ചു. എനിക്ക് ആ തുക വേണ്ട, എനിക്ക് അങ്ങനെ ഒരു ഓഫറും വേണ്ട എന്ന് പറഞ്ഞ് വിനോദിനി ദാസി അത് ഉപേക്ഷിച്ചു. ഇത് 1882 കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. പിന്നീടാണ് ഗുരുമുഖ് വിനോദിനി ദാസി ഇങ്ങനെ ഒരു നടപടി എടുത്തെങ്കിലും ഗിരീഷ് ചന്ദ്ര ഘോഷിനോടുള്ള ഒരു അടുപ്പം വെച്ചിട്ട് ഗുരുമുഖ് നാടക കമ്പനി തുടങ്ങാൻ തീരുമാനമെടുത്തു. അങ്ങനെ അപ്പോൾ വിനോദിനി ദാസിയോട് ഉള്ള ഒരു ആരാധന മൂത്തിട്ട് ഈ ഗുരുമുഖ് ഈ നാഷണൽ തിയേറ്ററിൻ്റെ പേര് മാറ്റാൻ തീരുമാനിച്ചു. നാഷണൽ തിയേറ്ററിൻ്റെ പേര് മാറ്റിയിട്ട് ബി തിയേറ്റർ എന്ന് പേരിടാൻ തീരുമാനിച്ചു. ബി എന്ന് പറയുന്നത് വിനോദിനി ദാസിയുടെ പേരിൻ്റെ ആദ്യ അക്ഷരമാണ് ഈ ബി. വിനോദിനി, ബംഗാളിൽ വി ഇല്ല, ബായാണ്, അതുകൊണ്ട് വിനോദിനി. അപ്പോൾ ബി, അങ്ങനെ ബി തിയേറ്റർ എന്നാണ് വിനോദിനിയുടെ പേരിൽ ഈ നാടകത്തിൻ്റെ ഈ തിയേറ്റർ അറിയപ്പെടണമെന്ന് ഗുരുമുഖ് ആഗ്രഹിച്ചതിൻ്റെ ഭാഗമായിട്ട് സ്റ്റാർ തിയേറ്റർ എന്നതിന് പകരം ബി തിയേറ്റർ എന്ന് പേരിടാൻ തീരുമാനിച്ചേ ഉള്ളൂ, പേരിട്ടില്ല. അങ്ങനെ 1883 സ്റ്റാർ തിയേറ്റർ ആരംഭിക്കുകയാണ് പുതിയതായിട്ട്. നാഷണൽ തിയേറ്റർ മാറിയിട്ട് 1883 സ്റ്റാർ തിയേറ്റർ. ഈ സ്റ്റാർ തിയേറ്ററിലേക്കാണ് ശ്രീരാമകൃഷ്ണദേവൻ ഈ നാടകം കാണാൻ വരുന്നത്. അങ്ങനെ സ്റ്റാർ തിയേറ്റർ ആരംഭിച്ചു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും, അപ്പോൾ സ്റ്റാർ തിയേറ്റർ ആരംഭിച്ച് ഒരുവിധം നല്ല നിലയിലേക്ക് കാര്യങ്ങൾ നീക്കിയപ്പോൾ ബി തിയേറ്റർ എന്ന് പേരിടാമെന്ന് ഗുരുമുഖ് തീരുമാനിച്ചെങ്കിലും അന്നത്തെ ബംഗാൾ സമൂഹം അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. നമ്മളിത് ആലോചിക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ സമാനമായൊരു സംഭവം ഉണ്ടാകുന്നത് തിരുവനന്തപുരത്തെ ക്യാപിറ്റോൾ തിയേറ്ററാണ്. തിരുവനന്തപുരത്തെ ക്യാപിറ്റോൾ തിയേറ്ററാണ് റോസി എന്ന നടിയെ വെച്ച് സിനിമ ആദ്യമായിട്ട് വരുന്നത്. നമ്മൾ ഈ റോസിയെക്കുറിച്ചുള്ള കഥകളൊക്കെ സിനിമാ ചരിത്രത്തിൽ വായിച്ചതാണ്. അപ്പോൾ ആ റോസി എന്ന് പറയുന്ന സമൂഹത്തിലെ ഒരു താഴേക്കിടയിലുള്ള ഒരു പെൺകുട്ടിയുടെ നായികയാക്കിയതിൻ്റെ പേരിൽ ക്യാപിറ്റോൾ തിയേറ്റർ തിരുവനന്തപുരത്ത് കത്തിച്ച് കളഞ്ഞു. ആ സിനിമ പോലും റിലീസ് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ അത് വളരെ സിനിമാ രംഗത്തെ ഏറ്റവും വലിയ ചരിത്രമായി അത് മാറുന്നുണ്ട്. അപ്പോൾ ഇതേ സമാന അവസ്ഥ തന്നെയാണ് വിനോദിനിയുടെ പേരിൽ ഒരു നാടക കമ്പനി വന്നാൽ കൽക്കട്ടയിൽ അന്ന് സംഭവിക്കാവുന്നത് ഇത്രയും വലിയ അപകടമാണെന്ന് ഗുരുമുഖിന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അയാൾ ആ ഒരു വലിയ പ്രശ്നത്തിലേക്ക് കടക്കാതെ ആ നാടക കമ്പനിയെ സ്റ്റാർ തിയേറ്ററായിട്ട് തന്നെ നിലനിർത്തി. അങ്ങനെ ആ സ്റ്റാർ തിയേറ്ററിനകത്താണ് യഥാർത്ഥത്തിൽ ആ സ്റ്റാർ തിയേറ്ററിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ്
ചൈതന്യലീല നാടകം അവതരിപ്പിക്കുന്നതും ഈ തരത്തിൽ അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ 1883 ബംഗാളിൽ ഒരു വലിയ കൾച്ചറൽ പ്രോഗ്രാം നടന്നു. വളരെ വിശാലമായൊരു കൾച്ചറൽ പ്രോഗ്രാം, അതായത് ഏതാണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കൾച്ചറൽ പ്രോഗ്രാമാണ്. ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ കൾച്ചറൽ പ്രോഗ്രാമിലെ ഏറ്റവും പ്രധാന ഇനം ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ നാടകങ്ങളായിരുന്നു. അപ്പോൾ ആ നാടകത്തിൽ എല്ലാം തന്നെ വിനോദിനി ദാസിയാണ് നായികയായിട്ട് വരുന്നത്. ഇതൊരു വലിയ, അതായത് 83 ആരംഭിച്ച ഈ കൾച്ചറൽ പ്രോഗ്രാം 84 സെപ്റ്റംബർ 21 ഏതാണ്ട് ഒരു വർഷം പിന്നിട്ടു. അപ്പോൾ ഈ ഒരു വർഷത്തെ ഈ ആഘോഷത്തിൻ്റെ ഈ വാർത്ത അറിഞ്ഞിട്ടാണ് 1884 സെപ്റ്റംബർ 21 ശ്രീരാമകൃഷ്ണദേവൻ നാടകം കാണാനായിട്ട് വരുന്നത് സ്റ്റാർ തിയേറ്ററിൽ. അപ്പോൾ മാസ്റ്റർ മഹാശയൻ എഴുതിയതാണത്. വിനോദിനിക്ക് അന്ന് 20 വയസ്സാണ്. ചൈതന്യലീലയാണ് നാടകം. അപ്പോൾ വിനോദിനിയാണ് ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിപ്പിച്ചത്. ഇത് കണ്ടിട്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ ഒരു സമാധിയാവസ്ഥയിലേക്ക്, അവിടുത്തെ ബോക്സിലാണ് ശ്രീരാമകൃഷ്ണദേവന് ഇരിക്കാനുള്ള സീറ്റ് അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഈ ചൈതന്യ മഹാപ്രഭുവിൻ്റെ രംഗം വരുമ്പോൾ ഭഗവാൻ എഴുന്നേറ്റ് നിന്ന് നൃത്തം ചെയ്യുമായിരുന്നു. അങ്ങനെ നൃത്തം ചെയ്ത് ഭഗവാൻ ഒരു സമാധി അവസ്ഥയിലേക്ക് പോവുകയാണ് ഇത് കണ്ടിട്ട്. അങ്ങനെ ആ നാടകം തീർന്നപ്പോഴാണ് ഭഗവാൻ സ്റ്റേജിൻ്റെ അങ്ങോട്ട് ചെല്ലുന്നതും വിനോദിനി ദാസി ഭഗവാനെ നമസ്കരിക്കുന്നു. ആദ്യമായിട്ട് അങ്ങനെ ഭഗവാനെ അടുത്ത് കാണുന്നത് ഈ സന്ദർഭത്തിലാണ്. ഇത് നമുക്ക് മാസ്റ്റർ മഹാശയൻ ഇത് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു വലിയൊരു പ്രത്യേകത ഈ ഗിരീഷ് ചന്ദ്ര വിനോദിനി ദാസി എഴുതിയിട്ടുണ്ട്. പിന്നീട് വിനോദിനി ദാസി അവരുടെ ഇതിനെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് എഴുതിയ കൂട്ടത്തിൽ പറഞ്ഞത്, പിന്നീടുള്ള എല്ലാ നാടകങ്ങൾ നടക്കുമ്പോഴും ഭഗവാൻ ഇരുന്ന ആ ബോക്സിലിരുന്ന ആ സീറ്റിൽ വിനോദിനി ദാസി പിന്നെ നിരന്തരം ഭഗവാനെയാണ് കാണുന്നത്. ഭഗവാൻ പിന്നെ വന്നിട്ടില്ല, പിന്നെ നാടകം കാണാൻ ഭഗവാൻ അവിടെ വന്നിട്ടില്ല. പക്ഷെ തുടർന്ന് അവരുടെ ജീവിതത്തിലുടനീളം എത്രയോ കാലം പിന്നീട് നാടക സ്റ്റേജിൽ അവർ നിലനിന്നിടത്തോളം കാലം അവർ ഈ തിയേറ്ററിൻ്റെ, ഈ സ്റ്റാർ തിയേറ്ററിൻ്റെ ആ വേദിയിൽ നിന്ന് അഭിനയിക്കുമ്പോൾ ഇവർ ശ്രദ്ധിക്കുന്നത് മുഴുവൻ അന്ന് ശ്രീരാമകൃഷ്ണദേവൻ ഇരുന്ന ആ ബോക്സിലെ ആ ഒരു സീറ്റിലേക്കാണ് എപ്പോഴും ശ്രദ്ധിക്കുക. അവിടെ ഭഗവാനെ എല്ലാ നാടകങ്ങൾക്കും എല്ലാ ഷോയ്ക്കും അവർ ഭഗവാനെ കാണുന്നുണ്ടായിരുന്നു. അത്രമാത്രമാണ് അവർ ആ വേദിയിൽ ഇരുന്നുകൊണ്ട് ഭഗവാനിൽ അർപ്പിതമായൊരു മനസ്സിനുടമയായി മാറുന്നത്. അങ്ങനെയാണ് വിനോദിനി ദാസി. ആ വിനോദിനി ദാസിയാണ് അവസാനം ഷാംപുക്കൂറിൽ ഭഗവാൻ സുഖമില്ലാതെ ചികിത്സയിൽ വന്നു എന്നറിഞ്ഞപ്പോൾ ചെന്ന് നേരിട്ട് കാണണം എന്ന ആഗ്രഹമുണ്ടായത്. പക്ഷേ ഗിരീഷ് ചന്ദ്ര ഘോഷ് സമ്മതിച്ചില്ല പോകാനായിട്ട്. അങ്ങനെ അപകടമാണ്, അങ്ങനെ പോകുന്നത് ശരിയല്ല എന്നുള്ള നിലയിൽ ഗിരീഷ് ചന്ദ്ര ഘോഷ് സമ്മതിച്ചില്ല. പക്ഷേ വിനോദിനി ദാസി പിന്നീട് ഇതിനെ ആശ്രയിച്ചത് കാളീപദ ഘോഷിനെയാണ്. ഇപ്പോൾ കാളീപദ ഘോഷിൻ്റെ ഒരു പ്രത്യേകത, അപ്പോഴേക്കും കാളീപദ ഘോഷ് ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിന് രണ്ടാമതൊരു ആലോചനയില്ല, അതെങ്ങനെ നടത്തുക എന്നുള്ളതാണ്. അത് ഭഗവാന് പോലും അറിയാം കാളീപദ ഘോഷിൻ്റെ ആ പിടിച്ച പിടിയാലെ എന്തും ചെയ്യുന്നത്. അപ്പോൾ കാളീപദ ഘോഷ് പറഞ്ഞു, ഭഗവാനെ അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ഞാനത് അതിന് വേണ്ട തയ്യാറുണ്ടാക്കാം എന്ന് കാളീപദ ഘോഷ് പറഞ്ഞിട്ടാണ് പിന്നീട് ആ കഥ നമുക്കറിയാം. നാടകം കഴിഞ്ഞ ഉടൻ തന്നെ ഒരു സായിപ്പിൻ്റെ വേഷം കെട്ടിച്ച് കോട്ടൊക്കെ ഇടിയിച്ച് ഷാംപുക്കൂറിലെ വീട്ടിൽ ഭഗവാനെ കൊണ്ട് കാണിക്കുന്നത്. വേറെ ആരും അപ്പോഴവിടെ ഉണ്ടായിരുന്നില്ല. വിനോദിനി ദാസി ശ്രീരാമകൃഷ്ണദേവനെ നേരിട്ട് കാണാനായിട്ട് അവിടെ ചെല്ലുകയും ഷാംപുക്കൂറിൽ വെച്ച് വിനോദിനി ദാസി കാണുകയും ചെയ്തു. ഇത് നമുക്ക് നന്നായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. അങ്ങനെയാണ് അപ്പോൾ കാളീപദ ഘോഷാണ് അതിനുള്ള സഹായം ചെയ്തത്. അപ്പോൾ ഏതാണ്ട് 23 വയസ്സുവരെയാണ് ഇവർ ഈ നാടകം അഭിനയിച്ചത്. നാടകത്തിൻ്റെ ഒരു അഭിനയ രംഗത്ത് സജീവമായി ഉണ്ടായിരുന്നത് 23 വയസ്സുവരെയാണ്. ഏതാണ്ട് 80 നാടകങ്ങളാണ് അവർ അഭിനയിച്ചത്. അതിൽ 90 വേഷങ്ങളാണ് ഇവർ അവതരിപ്പിച്ചത്. 80 നാടകങ്ങളിലൂടെ 90ഓളം വേഷങ്ങൾ. അപ്പോൾ ഈ ഓരോ ഇതിലും ഈ 90 വേഷങ്ങൾ ഇതിലെ ബഹുഭൂരിപക്ഷം വേഷങ്ങളും ഇവർ അഭിനയിക്കുമ്പോൾ ഇവർക്ക് ആ നാടകരംഗത്തുണ്ടായ പേരും പ്രശസ്തിയും വിജയത്തിനും ഏക കാരണം ഈ ഒരു കാഴ്ചപ്പാടാണ്. അതായത് താൻ അഭിനയിക്കുമ്പോൾ ഭഗവാൻ അത് കാണാനായിട്ട് മുന്നിലിരിക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ ഭഗവാന് വേണ്ടിയിട്ടാണ് അവർ അഭിനയിക്കുന്നത്. അപ്പോൾ ആ ഒരു സമർപ്പണത്തോടുള്ള അഭിനയമായിരിക്കാം ഒരുപക്ഷെ തന്നെ ഇത്രയും കഥാപാത്രങ്ങളിലൂടെ കടന്നു പോകാനും ഇത്രയും കാലം വളരെ
അത് വളരെ സമ്പന്നയായ അവസ്ഥയിലേക്ക് അവർ മാറുകയാണ്. അതുകൊണ്ട് വലിയ സമ്പന്നയായിരുന്നു വിനോദിനി ദാസി. അങ്ങനെ വിനോദിനി ദാസി ഏതാണ്ട് ഈ രംഗത്ത് ഒരു പ്രശസ്തയായി നിൽക്കുന്ന സന്ദർഭത്തിലാണ് പിന്നീട് അടുത്ത നമ്മുടെ താരസുന്ദരിയെ നാടകരംഗത്തേക്ക് കൊണ്ടുവരുന്നത്. താരസുന്ദരി. പക്ഷെ താരസുന്ദരിയെ സംബന്ധിച്ചിടത്തോളം താരസുന്ദരി അഭിനയ രംഗത്ത് വന്നെങ്കിലും ശ്രീരാമകൃഷ്ണദേവനെ നേരിട്ട് കാണാനോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു അടുപ്പം ശ്രീരാമകൃഷ്ണദേവനുമായിട്ട് താരസുന്ദരിക്ക് ഉണ്ടായില്ല. പക്ഷെ താരസുന്ദരി ശ്രീരാമകൃഷ്ണദേവനെ അറിയുന്ന കാരണം താരസുന്ദരിയെ വിനോദിനി ദാസി ഈ സ്റ്റേജിൽ നാഷണൽ തിയേറ്ററിൻ്റെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് നാടകം തുടങ്ങുന്നതിന് മുമ്പും റിഹേഴ്സൽ ക്യാമ്പിലും നാടകവുമായി ബന്ധപ്പെട്ട എന്ത് ചെയ്താലും ഗിരീഷ് ചന്ദ്ര ഘോഷ് ആദ്യം ചെയ്യുന്നത് ഭഗവാന്റെ ഒരു ചിത്രം വെച്ചിട്ട് അതിനു മുമ്പിൽ നമസ്കരിച്ചിട്ട് തുടങ്ങുകയുള്ളൂ. ഈ സന്ദർഭത്തിലാണ് താരസുന്ദരി വിനോദിനി താരസുന്ദരി അവിടെ കൊണ്ടുവരുന്നത്. താരസുന്ദരിക്ക് അപ്പോൾ ഏതാണ്ട് 7 വയസ്സേ ഉള്ളൂ പ്രായം. അപ്പോൾ 7 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടിയാണ്. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് ഇത് കാണിക്കുന്നത് കണ്ടിട്ട് ഇതേപോലെ താരസുന്ദരിയും കാണിച്ചു. അപ്പോൾ താരസുന്ദരിക്ക് അറിയില്ല ഇതാരാണെന്നൊന്നും. അപ്പോൾ അതേപോലെ കാണിച്ചു. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് ആ കുട്ടിയോട് ചോദിച്ചു, നിനക്ക് ഇതാരാണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഈശ്വരനാണ് എന്ന് പറഞ്ഞു. ഗിരീഷ് ചന്ദ്ര ഘോഷ് താരസുന്ദരിയോട് ആ കുട്ടിയോട് പറയുന്നത് ഇത് സാക്ഷാൽ ഈശ്വരനാണ് എന്നാണ് പറയുന്നത്. പിന്നെ ഈ ശാരദാദേവി ഈ 2 പേരെയും താരസുന്ദരിയോടും തില്ലങ്കരിയോടും ശാരദാദേവിക്കുണ്ടായിരുന്ന ഈ അടുപ്പം ഈ ഈശ്വരനാണ് എന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ വാക്ക് ഉൾക്കൊണ്ടുകൊണ്ട് സമ്പൂർണമായും ആ ഈശ്വരീയ ഭാവത്തെ ഉൾക്കൊള്ളാനായിട്ട് താരസുന്ദരിക്ക് കഴിഞ്ഞു എന്നുള്ളിടത്താണ് താരസുന്ദരിയുടെ വിജയം ഇരിക്കുന്നത്. 1885 വിനോദിനി താരസുന്ദരിയെ നാടക തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നത്. 85 അപ്പോഴേക്കും ഭഗവാന്റെ ആ അവസാന നാളുകളിലേക്ക് എത്താറായ ആ സന്ദർഭത്തിലാണ്. അതുകൊണ്ടാണ് താരസുന്ദരിക്ക് ഭഗവാനെ കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടാവാതെ പോയത്. അപ്പോൾ 6 വയസ്സേ ഉള്ളൂ. പ്രത്യേകിച്ച് 6 വയസ്സുള്ളൊരു കുട്ടിയാണ്. ഇപ്പോൾ വിനോദിനിക്ക് അപ്പോൾ 22 വയസ്സുണ്ട്. അപ്പോൾ ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഈ സന്ദർഭത്തിൽ വിനോദിനി ബംഗാളിലെ ഏറ്റവും പ്രശസ്തയായിരുന്നതുകൊണ്ട് താരസുന്ദരിക്ക് സംബന്ധിച്ചിടത്തോളം അത്രയും പ്രശസ്തയായ ഒരു ചേച്ചിയുടെ കൂടെ, കാര്യം ഇവരുടെ എല്ലാ അമ്മമാരും അടുപ്പമുള്ളവരാണ്. അവരുടെ ഈ 3 പേരുടെ അമ്മമാർ സുഹൃത്തുക്കളും നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് ഇവരുടെ അച്ഛനാരാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ആ തരത്തിലുള്ളൊരു ബന്ധമുള്ളത് കൊണ്ടാണ് ഈ 3 പേരെ ഈ 2 കുട്ടികളെയും പിന്നീട് വിനോദിനിയാണ് 10-20 ഇത്രയും പ്രായം കൂടുതലുള്ളത് കൊണ്ട് വിനോദിനിയാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാടകവേദിയിലേക്ക് കൊണ്ടുവരുന്നത്. അത് ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ നാടകവേദിയിൽ കൊണ്ടുവരുന്നതിനൊരു കാരണം തന്നെ ഭഗവാനെ പോലുള്ള ഒരു വലിയ ഭഗവാനുമായിട്ടുള്ള ആ അടുപ്പം ഗിരീഷ് ചന്ദ്ര ഘോഷിനുള്ളത് കൊണ്ട് ആലോചിച്ചോ, അന്നത്തെ കാലത്ത് തങ്ങളുടെ ജീവിതം സുരക്ഷിതമാകണം എന്നൊരു പെൺകുട്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും ഉചിതമായ ഇടം ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ അടുത്താണ് എന്ന് താരസുന്ദരിക്കും വിനോദിനി ദാസിക്ക് നന്നായിട്ട് അറിയാമായിരുന്നതുകൊണ്ടാണ് പിന്നീട് താരസുന്ദരിയെയും തില്ലങ്കരിയെയും ഈ നാടകവേദിയിലേക്ക് തന്നെ അവരുടെ സുരക്ഷിതത്തെ കരുതിയാണ്. അല്ലെങ്കിൽ അവരവരുടെ ജീവിതത്തിൽ ഒരുപാട് അപകടങ്ങൾ വരാവുന്ന പെൺകുട്ടികളായിരുന്നു. പ്രത്യേകിച്ച് ഈ 3 പേരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുന്ദരികളായ പെൺകുട്ടികളാണ്. അപ്പോൾ അവർക്ക് അപകടമുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്. അങ്ങനെ 1883 ഇവരെ കൊണ്ടുവരികയും പിന്നീട് 85 ഇവരെ കൊണ്ടുവരികയും 1888 ആയപ്പോഴേക്കും, അതായത് 3 വർഷം കഴിഞ്ഞിട്ട് ഗിരീഷ് ചന്ദ്ര ഘോഷ് പഴയ ഈ സ്റ്റാർ തിയേറ്ററിനെയൊക്കെ ഒന്ന് പുതുക്കി കുറേ കൂടെ ഒരു പുതുമയൊക്കെ നൽകിക്കൊണ്ട് കൂടുതൽ പുതുമയുള്ള നാടകങ്ങൾ, സോഷ്യൽ നാടകങ്ങൾ കൂടെ, സാമൂഹിക നാടകങ്ങൾ കൂടെ അവതരിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തിയപ്പോൾ ഈ താരസുന്ദരി അതിനകത്ത് പങ്കെടുപ്പിക്കണം എന്ന് തീരുമാനിക്കുകയാണ്. അപ്പം ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ഈ നാടകത്തിൻ്റെ വന്നപ്പോൾ ഈ താരസുന്ദരിക്ക് ആദ്യമായി കൊടുത്ത ഒരു റോളെന്ന് പറയുന്നത് ഒരു ആൺകുട്ടിയുടെ റോളാണ്. ഒരു കൊച്ചാൺകുട്ടിയുടെ ഒരു ബാലൻ്റെ റോളാണ്. പക്ഷേ ഡയലോഗൊന്നുമില്ല, വെറും വന്നു പോകുന്നൊരു റോൾ മാത്രമാണ്, അതിനകത്ത് ഡയലോഗൊന്നുമില്ല. അപ്പോൾ ഇത് താരസുന്ദരിക്ക് സങ്കടമായി. കാര്യം ഒരു നാടകത്തിൽ അഭിനയിക്കാനായിട്ട് വന്നിട്ട് ഒരു വാക്ക് പോലും പറയാൻ പറ്റാതെ പോകുന്നു. ഇപ്പോൾ നമ്മൾ ഈ സിനിമയിലൊക്കെ അഭിനയിക്കാൻ വരുന്ന പുതിയ തലമുറ തല കാണിക്കാൻ മാത്രം പറ്റുന്ന എത്രയോ പേർ,
അല്ലേ? നമ്മളെ ഇപ്പോൾ മമ്മൂട്ടിയൊക്കെ ആദ്യമായിട്ട് അഭിനയിച്ച ആ സിനിമയിൽ തല കാണിക്കാനുള്ള അവസരം മാത്രമേ ഉള്ളൂ, ഒന്നും മിണ്ടാൻ പോലുള്ള അവസരമില്ല, തല കാണിക്കാം. അപ്പം എന്ന് പറഞ്ഞ പോലുള്ളൊരു അവസ്ഥയിലേക്കാണ് ഈ താരസുന്ദരി വന്നപ്പോൾ വളരെ സങ്കടം തോന്നി. അപ്പോൾ ഈ അപ്പം ഗിരീഷ് ചന്ദ്ര ഘോഷ് അവളോട് പറഞ്ഞു, നിനക്ക് ശ്രീരാമകൃഷ്ണദേവൻ്റെ കടാക്ഷമുണ്ടെങ്കിൽ നീ ഈ മേഖലയിൽ മിടുക്കിയായിട്ട് വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾക്കത് മനസ്സിലായില്ല എന്താണ് പറഞ്ഞതെന്ന്. എന്താണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ ഒരു കടാക്ഷം എന്ന് പറയുന്നതിൻ്റെ, അപ്പോൾ 88ഒക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഭഗവാന്റെ ദേഹത്യാഗത്തിനൊക്കെ ശേഷമുള്ളൊരു സന്ദർഭം. അപ്പോൾ ഒരു ദിവസം ഗിരീഷ് ചന്ദ്ര ഘോഷ്, ഈ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ഒരു പ്രത്യേകത, ഈ നാടകത്തിലുള്ള എല്ലാവരെയും അഭിനേതാക്കളെയും കൂട്ടിയിരുത്തിക്കൊണ്ട് ആ നാടകത്തിലെ എല്ലാവരോട്, അന്നത്തെ ഒരു മോട്ടിവേഷണൽ ട്രെയിനിങ് എന്ന് വേണമെങ്കിൽ ഉദ്ദേശിക്കാം, ഈ നാടക അംഗങ്ങളെ മുഴുവൻ കൂട്ടിയിരുത്തിക്കൊണ്ട് ഭഗവാന്റെ കഥകൾ പറയും. ശ്രീരാമകൃഷ്ണദേവൻ്റെ കഥകൾ ഇവരെ പറഞ്ഞു കേൾപ്പിക്കും. ഭഗവാന്റെ ഉപദേശങ്ങൾ മുഴുവനും ഗിരീഷ് ചന്ദ്ര ഘോഷ് ഇവരോട് പറയും. അപ്പോൾ അങ്ങനെയാണ് ഈ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ നാടകത്തിൽ, നാടക കമ്പനിയിലുള്ളവരെ ഏറ്റവും കൂടുതൽ ഉത്തേജിപ്പിക്കാനും അവർക്ക് അതിൻ്റേതായ തരത്തിൽ ഒരു വലിയ ഒരു വിജയം കൊണ്ടുവരാനൊക്കെയുള്ള വലിയൊരു ശ്രമം നടത്തിയത്, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത തെളിഞ്ഞത് തീർച്ചയായിട്ടും ഭഗവാന്റെ കഥകൾ നിരന്തരം എല്ലാ ദിവസവും റിഹേഴ്സലിനേക്കാൾ കൂടുതൽ ഗിരീഷ് ചന്ദ്ര ഘോഷ് പറഞ്ഞു കൊടുത്ത കഥകളാണ് ഇവരുടെ മനസ്സിലുള്ളത്, ഭഗവാനെക്കുറിച്ചുള്ള കഥകളാണ്. അതാണ് ഈ താരസുന്ദരിയൊക്കെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവരുടെ ജീവിതത്തിലുണ്ടായ വലിയൊരു മാറ്റം. പ്രത്യേകിച്ച് ശാരദാദേവിയെ കാണാൻ പോകാനും ശാരദാദേവിയെ കണ്ട് ഭഗവാന്റെ ഈ കഥകൾ കേട്ട ആ മനസ്സുമായിട്ടാണ് അവർ ശാരദാദേവിയുടെ അടുത്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭഗവാനോടുള്ളൊരു ഭക്തി മനസ്സിൽ സൂക്ഷിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ ശാരദാദേവിക്ക് ഇവരോടുള്ള വാത്സല്യം വളരെ അതിര് കടന്ന വാത്സല്യമായിരുന്നു. ശാരദാദേവി അതുപോലെ സ്വന്തം മോളെപ്പോലെയാണ് ഈ താരസുന്ദരിയെയും തില്ലങ്കരിയെയും പരിഗണിച്ചിരുന്നത്. അതിനെക്കുറിച്ച് ഒരുപാട് സീക്വൻസുകൾ ഉദ്ബോധനിൽ ശാരദാദേവി താമസിക്കുന്ന ഘട്ടത്തിൽ വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇതിനകത്ത് പിന്നെ ഗിരീഷ് ചന്ദ്ര ഘോഷ് ഇവർക്ക് നൽകുന്ന പാഠങ്ങളിൽ ഒന്ന് എന്തെന്ന് പറയുന്നത്, അതായത് ഭഗവാനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവർക്ക് കൊടുക്കുന്ന പാഠങ്ങളിലൊന്ന് ഇവരോട് പറയുന്നത്, ഒരു പുസ്തകത്തിലെ ഒരധ്യായം തന്നെ വീണ്ടും വീണ്ടും വായിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? ഒരു പുസ്തകത്തിലെ ഒരധ്യായം അത് തന്നെ മാറി മാറി വായിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് എന്ത് സംഭവിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് താരസുന്ദരിയെ ചിന്തിപ്പിച്ചു. അതെന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരു പുസ്തകത്തിലെ ഒരധ്യായം തന്നെ മാറി മാറി വായിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്തായിരിക്കും എന്നാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് തൻ്റെ ഈ ക്യാമ്പിൽ അംഗങ്ങളോട് ചോദിച്ച ചോദ്യമാണ്. അപ്പോഴാണ് താരസുന്ദരിക്ക് ഈ വാക്കുകൾ കേട്ടിട്ട് അതൊന്ന് അവരെ കൂടുതൽ ചിന്തിപ്പിച്ചു. അപ്പോൾ ഇവർക്ക് ഇതെന്താണ് പറഞ്ഞതെന്ന് താരസുന്ദരിക്ക് മനസ്സിലായില്ല ആദ്യമായി. പക്ഷെ പിന്നീട് ഇതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നത് താരസുന്ദരി തന്നെ പിന്നീട് പറയുന്നതാണത്. ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ് മനസ്സിലായത് ബേലൂർ മഠത്തിലെത്തി ബ്രഹ്മാനന്ദ സ്വാമികളെ കണ്ടപ്പോഴാണ്. ബ്രഹ്മാനന്ദ സ്വാമികളെ ചെന്ന് കണ്ടപ്പോഴാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് പറഞ്ഞ ആ വാചകത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായത് ബ്രഹ്മാനന്ദ സ്വാമികളെ കണ്ടപ്പോഴാണ്. കാരണം ഈ ബ്രഹ്മാനന്ദ സ്വാമികളുടെ അടുത്ത് ചെന്ന സന്ദർഭത്തിലാണ് ബ്രഹ്മാനന്ദ സ്വാമികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്. അതായത് ഭഗവാൻ, നമ്മൾ സാധാരണ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ ഒരേ കാര്യം തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. ഒരാളുടെ ജീവിത കാലഘട്ടം മുഴുവനും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഒരാൾ ഒരേ കാര്യം തന്നെയാണ് ചെയ്തുകൊണ്ട് പോകുന്നത്, ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മളുടെ ഒരു ബാല്യകാലം പിന്നിടുന്നതോടുകൂടി അയാളുടെ വാർദ്ധക്യകാലം വരെ എടുത്താൽ ഓൾമോസ്റ്റ് എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുന്നത് ഒരേ അധ്യായമാണ്, ഒരു മാറ്റവുമില്ല. ഇത് ഈ തരത്തിൽ ഉള്ള ഒരു ജീവിത രീതി സാധാരണ ജനങ്ങൾ കൊണ്ട് നടക്കുന്നത് കൊണ്ട് അതിനെയാണ് ഈ ഒരേ അധ്യായം വായിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഈ ഒരേ അധ്യായം എന്നുള്ള വാക്ക് ഭഗവാന്റെ മായ എന്ന് പറയുന്ന ആ ഘടകത്തെ ഉദാഹരിച്ചു കൊണ്ടാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് ഈ വാക്ക് പറഞ്ഞത്. മായയുടെ ഒരു മറയുള്ളത് കൊണ്ടാണ് നമുക്ക് അടുത്ത
അധ്യായത്തിലേക്ക് മറിച്ച് നോക്കാൻ പറ്റാതെ പോകുന്നു. അടുത്ത അധ്യായം എന്ത് എന്നറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നത് മായ ഈ ഒരേ അധ്യായത്തിൽ നമ്മെ തളച്ചിടുന്നത് കൊണ്ടാണ്. ഇത് ബ്രഹ്മാൻ സ്വാമികളിൽ നിന്ന് ഈ പാഠം ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ താരസുന്ദരിക്ക് ഉണ്ടായ ആ ഒരു വലിയ ബോധമുണ്ടാകുന്നത്. പിന്നീട് സംഭവിക്കുന്നത് താരസുന്ദരിക്ക് മാത്രമല്ല, വിനോദിനിക്കും താരസുന്ദരിക്കുമല്ല, പിന്നീട് സംഭവിക്കുന്നത് ഏറ്റവും വലിയൊരു ആ ഭക്തിയുടെ ഏറ്റവും പാരമ്യത്തിലേക്ക് ഇവരുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ ഇവർക്ക് സാധ്യമായി. ഇവർ ശരിക്കും ഈശ്വര സാക്ഷാത്കാരം നേടുന്ന തരത്തിൽ ഇവരുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ജീവിതത്തിൽ ഈ തരത്തിൽ മുന്നോട്ട് വന്ന വെറും സാധാരണക്കാരായ, അല്ലെങ്കിൽ സാധാരണക്കാരെന്നും പറയാൻ പറ്റില്ല, സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിൽ നിന്ന് ഉയർന്നു വരേണ്ടി വന്ന 3 സ്ത്രീകൾക്ക് അവരുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ ഉന്നതി, ആ ഉന്നതിയുടെ കാരണമായി നിന്നത് ഗിരീഷ് ചന്ദ്ര ഘോഷ് ഭഗവാനെക്കുറിച്ച് ഇവരെ പഠിപ്പിച്ചപ്പോഴാണ്. അപ്പോൾ ഭഗവാനെക്കുറിച്ചുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടപ്പോഴാണ് അവർ അവരുടെ പ്രൊഫഷണലിന് മാത്രമല്ല അവരുടെ ജീവിതത്തിൽ തന്നെ ഈ 3 പേർക്കും ഉണ്ടായ മാറ്റം. അതുകൊണ്ടായിരിക്കാമല്ലോ ഏതായാലും 150 വർഷം കഴിഞ്ഞ് നമ്മളിരുന്ന് ഈ കഥ പറയുന്നു. ഈ വിനോദിനി ദാസി എന്ന പേരും, അല്ലെങ്കിൽ താരസുന്ദരി എന്നുള്ള പേരും, തില്ലങ്കരി എന്നുള്ള ഈ 3 പേരുകൾ ഈ ഇത്രയും 100-100 വർഷം കഴിഞ്ഞിട്ട് നമ്മളിരുന്ന് ഈ സന്ധ്യയിലിരുന്ന് ഈ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ എത്രമാത്രമാണ് ഭഗവത് കൃപ ഒരു സാധാരണ ഒരു വ്യക്തിത്വത്തെ എത്രമാത്രമാണ് ഉയർത്തുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഭഗവത് ലീലയിൽ എടുത്തു കാണിക്കുന്ന 3 കഥാപാത്രങ്ങളാണിവർ. ഇവരുടെ ജീവിതത്തിലുണ്ടായ വലിയ മാറ്റങ്ങളുടെ വലിയൊരു മാറ്റത്തിൻ്റെ കുറേ ഭാഗങ്ങൾ കൂടെ ഇനിയുണ്ട്. ഇന്നത്തെ സമയം ഇവിടെ അവസാനിച്ചതുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ അടുത്ത ദിവസം നോക്കാം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ.